നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 10-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. ജൂലൈ 8-ാം തീയതി ആരംഭിക്കേണ്ട റേഷൻ വിതരണം റേഷൻ വ്യാപാരികളുടെ 48 മണിക്കൂർ നീണ്ടുനിന്ന പണിമുടക്കിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. നാളെ ജൂലൈ 10-ാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഓരോ വിഭാഗം കാർഡുകൾക്കുമുള്ള ജൂലൈ മാസത്തിലെ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തിൽ നിലവിലുള്ള സ്റ്റോക്കുകളാണ് ലഭിക്കുക. കാരണം പുതിയ സ്റ്റോക്കുകൾ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം കൂടി നേരിട്ടേക്കാം. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്ക് സപ്ലൈകോയിൽ നിന്നും 50 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. അടുത്ത മാസം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. കടമെടുക്കുന്നതിനുള്ള അന്തിമ അനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ വർഷം 37,512 കോടി കടമെടുക്കുവാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ 9 മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല. കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അടക്കം മുടങ്ങുന്നതായിരിക്കും. ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ്. 1 മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 900 കോടി രൂപ വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധി. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തുന്നത്. സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം. പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ലോട്ടറി ഏജന്റുമാർക്ക് 5000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 30-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കണം. ഭിന്നശേഷി കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്ക് തപാലിൽ അയച്ചാണ് ഇത് സമർപ്പിക്കേണ്ടത്. 5000 രൂപ വീതമാണ് സഹായമായിട്ട് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ധനസഹായമാണ് ഇപ്പോൾ ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പാക്കി വരുന്നത്. 25,000 രൂപയാണ് ഇത്തരത്തിൽ ധനസഹായമായിട്ട് നൽകിയിരുന്നത്. ഈ ജൂലൈ മാസം 31-ാം തീയതി വരെ ഇതിനുള്ള അപേക്ഷയും സമർപ്പിക്കാൻ അവസരമുണ്ട്. 40% മുകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ധനസഹായത്തിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായിട്ട് സ്വർണ്ണവില തുടർച്ചയായിട്ടുള്ള 2-ാം ദിനവും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഇന്ന് ജൂലൈ 9-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,710 രൂപയിലും പവന് 53,680 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.